വിമാനം കരയേറിയൊരു ദിനം ഇളമുളം കാട്ടിലെ നീറുകൾ. വിശേഷമൊക്കെ ഇത്ര കുറച്ച് ആൾക്കാരെ കണ്ടിട്ട് ഇത്ര ആൾക്കാർക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കരുത് കേട്ടോ. കുറേ ആളുകൾക്ക് NITയും അതുപോലെ IITയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും തിരക്കിലായതുകൊണ്ട് വരാൻ പറ്റാത്തതാണ്. എടാ NIT എന്ന് പറയുകയാണെങ്കിൽ വൈബാണ്. ഇപ്പം നിങ്ങൾക്കുള്ള ഈ അക്കാഡമിക് സ്ട്രെസ്സൊന്നുമല്ല. സ്ട്രെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ട്രെസ്സ് വേറെ വരാണ്ട്. അതല്ല, ഇപ്പോൾ ഏത് പഠിക്കണം എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സ്ട്രെസ് ഉണ്ടല്ലോ, അതവിടെ ഏത് പരിപാടിക്ക് പോകണം അല്ലെങ്കിൽ ലൈക്ക് ഏത് പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ള കാര്യത്തിൽ മോസ്റ്റ് ഡിമാൻഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ പരിപാടികൾക്കും ഇദ്ദേഹം പങ്കെടുക്കേണ്ട കാര്യം അവിടെ. അതെ അതെ, സൈമിൾട്ടേനിയസ് ആയി കണ്ട് കുറേ പരിപാടി ഉണ്ടാകുമ്പോൾ പറഞ്ഞാൽ തന്നെ പഠിത്തം അതൊരു കണക്കേ കാരണം. ഇപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ ഒരു ദിവസം ക്ലാസ് ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ കുറേ കട്ടയിലും പങ്കയിലൊക്കെയാണ്. ക്ലാസ്സിലും പോയിട്ട് വലിയ കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. ഒക്കെ സ്വയം പഠിക്കൽ തന്നെയാണ് മെയിനായി കണ്ട്. ക്വസ്റ്റ്യൻസ് ചെയ്യുക മാക്സിമം, അത് തന്നെയാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. വേറെ ഒരു കാര്യത്തിലും ഡിസ്ട്രാക്റ്റ് ആവാതെ നിൽക്കുക. അതന്നെ ഒരു +1 +2 സ്റ്റാർട്ടിങ് എങ്കിലും ചിലപ്പോൾ നിങ്ങൾ ജെയിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാൻ ജെയിനെ പറ്റി കേൾക്കുന്നത് തന്നെ ഒരു ഡിസംബർ +2 ലാസ്റ്റ് ടൈമിലാണ്. ഞാൻ +2 CS ആയിരുന്നു. CS എടുക്കാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ എൻട്രൻസിന് പോകാൻ പാടില്ല എന്നുള്ളൊരു തോട്ടായിരുന്നു. അതായത് നമ്മൾ 10 കഴിയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, എല്ലാവരും ഇപ്പോൾ ബയോളജി എടുത്താൽ എനിക്കറിയില്ല, അന്ന് JEE കീമെന്നൊന്നും അറിയില്ല. എനിക്കാകെ അറിയുന്നൊരു എൻട്രൻസ് നീറ്റായിരുന്നു. അപ്പം ഞാൻ നീറ്റിനൊന്നും പോകണ്ട, എൻട്രൻസൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ട് പേടിച്ചിട്ട് ആ ഭാഗം ഒഴിവാക്കാൻ, എൻട്രൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ CS എടുക്കുന്നത്. എന്നിട്ട് ഒക്കെ കഴിഞ്ഞ് +2 ലാസ്റ്റ് ടൈമിലാണ് ഞാൻ JEE പറ്റിയിട്ടും NITനെ പറ്റിയിട്ടും IITനെ പറ്റിയൊക്കെ കേൾക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നെ +2 ലാസ്റ്റ് ടൈം ആ ഒരു ഡിസംബർ ടൈമിലാണ് നമ്മുടെ LMRP സീരീസൊക്കെ തുടങ്ങുന്നത്. ഞാൻ ഓൺലൈനിലാണ് അന്ന് LMRP ഡിസംബറിലാണ് കണ്ടിരുന്നത്. അന്ന് ഡിസംബറിൽ ലൈക്ക് ആ ഒരു ക്ലാസ്സും ക്വസ്റ്റ്യൻ പ്രാക്ടീസും മാത്രം കൊണ്ട് എനിക്ക് കെമിസ്ട്രിയിൽ 99.9% കെമിസ്ട്രിയിൽ മാത്രം, ഓവറോൾ അല്ല, കെമിസ്ട്രിയിൽ മാത്രം. അപ്പോൾ തിയറി ഇപ്പോൾ ഇവിടെ കുറേ പേർക്ക് എന്തായാലും ബാക്ക്ലോഗ്സ് ഉണ്ടാവും, അത് ഉറപ്പാണ്. നിങ്ങൾ പ്രത്യേകിച്ചും റിപ്പീറ്റേഴ്സാണ്. അപ്പോൾ എന്തായാലും നമുക്ക് 2 കൊല്ലം കൊണ്ട് പഠിക്കേണ്ട സംഭവങ്ങളൊന്നും 1 കൊല്ലം നിങ്ങൾക്ക് കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, പഠിക്കാനൊന്നും പറ്റില്ല. സോ തിയറി ഇല്ലെങ്കിലും നിങ്ങൾക്ക് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു പ്രാക്ടീസാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്രത്യേകിച്ചും PYQ സ്റ്റൈൽസിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ആ ഭാഗത്ത് കൂടുതൽ സ്ട്രെസ് ചെയ്യുക. നിങ്ങൾ ഒന്നെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു AC ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതൊരു പാഠത്തിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്നതിന് ഒരു സ്പെസിഫിക് ഏരിയാസ് ഉണ്ടാവും. അത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ടാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ആ ഭാഗങ്ങൾ സ്ട്രെസ് ചെയ്തിട്ട് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാൻ നോക്കുക. ബാക്ക്ലോഗ്സ് നോക്കുക. വീഡിയോ ക്ലാസ്, ഓൺലൈൻ ക്ലാസ് ഇരുന്നിട്ട് നിങ്ങൾ വീണ്ടും പഴയ ക്ലാസ്സസൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണുന്നുണ്ടാവും ബാക്ക്ലോഗ്സ് തീർക്കാൻ. അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല. ആകെ ഒരു 25 ക്വസ്റ്റ്യൻസാണ് എക്സാമിൽ വരിക. ചില ചാപ്റ്റേഴ്സിന് ക്വസ്റ്റ്യൻസ് തന്നെ വരത്തില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും അത്രയും ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു ടൈം സത്യം പറഞ്ഞാൽ നമുക്കില്ല. അപ്പോൾ ഫസ്റ്റ് സെഷൻ ഇപ്പോൾ എന്തായാലും പ്രിപ്പയർ ചെയ്യുക. 2 സെഷൻ ഉണ്ടെന്നൊന്നും ആലോചിക്കരുത്. ഫസ്റ്റ് സെഷനാണ് നമ്മുടെ ഗോള്. ഫസ്റ്റ് സെഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു റിലീഫ് ഉണ്ടാവും, ഇതുപോലെ സെക്കൻഡ് സെഷൻ ഉണ്ടെന്ന്. പക്ഷേ സെക്കൻഡ് സെഷൻ നിങ്ങളുടെ സ്ട്രെസ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണെന്നുള്ള മൈൻഡാവും സെക്കൻഡ് സെഷന് പോകുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് സെഷനിൽ നിങ്ങൾ എന്തായാലും സ്കോർ ചെയ്യുക. പിന്നെ ഇവിടെ എന്തായാലും ഇരിക്കുന്നതിൽ പകുതി ആൾക്കാരും മാത്സ് കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാവും. എല്ലാവർക്കും ഒരു തോട്ടുണ്ടാവും ഫിസിക്സും കെമിസ്ട്രിയും വെച്ച് മാത്രം കിട്ടും. നീറ്റുകാർ അങ്ങനെയാണല്ലോ സ്കോർ മറ്റേ NITസിലൊക്കെ എത്തുന്നതെന്ന്. ഫിസിക്സും കെമിസ്ട്രിയും നന്നായി മാസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് NIT കിട്ടും. പക്ഷേ NIT നിങ്ങൾ പോയാൽ സർവൈവ് ചെയ്യില്ല, അത് ഉറപ്പാണ്. അവിടെ ഏത് ബ്രാഞ്ച് എടുത്താലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും വിത്തൗട്ട് മാത്സ്, വിത്തൗട്ട് കാൽക്കുലസ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ തന്നെ കുറേ പേരുണ്ടാവും, ഇവരോട് ചോദിച്ചാൽ മതി. മാത്സ് പ്രശ്നമായതുകൊണ്ട് കെമിസ്ട്രി, ഫിസിക്സ്, ഏത് വിഷയത്തിലും ഒന്നും കിട്ടാത്ത ആൾക്കാരുണ്ട്. നമുക്ക് അവിടെ പോയാൽ ഈ ബേസ് റെഡിയാക്കാനൊന്നും ടൈം കിട്ടത്തില്ല. കാരണം അവിടുത്തെ പ്രൊഫസേഴ്സ് ക്ലാസ് എടുക്കാൻ നമ്മൾ JEE ക്ലിയർ ചെയ്ത് വന്ന പിള്ളേരാണ്. നമുക്ക് എല്ലാ ബേസും അറിയാമെന്നുള്ള രീതിയിലാണ് അവർ ക്ലാസ് എടുക്കുക. അതുകൊണ്ട് മാത്സ്, എസ്പെഷ്യലി കാൽക്കുലസ്, ഇൻറ്റിഗ്രേഷൻ ആണെങ്കിലും ഡിഫറൻസിയേഷൻ ആണെങ്കിലും പക്ക വൃത്തിക്ക് പഠിക്കുക.
അത് നിങ്ങൾ ജയിക്ക് പഠിക്കുന്നതല്ല, നിങ്ങളുടെ ലൈഫ് ലോങ്ങിന് പഠിക്കുന്നതാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൽ മിക്കവാറും അറ്റൻറ്റീവായി ഇരിക്കുക, ക്ലാസ് കാണുക. എൻ്റെ ഏറ്റവും വലിയ കാര്യം ഇത് തന്നെയായിരുന്നു. ഞാൻ ജെയുടെ പ്രിപ്പറേഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്തത് ഇത് മാത്രമായിരുന്നു. ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക, ക്ലാസ്സിൽ പറയുന്നത് ചെയ്യുക. അതിൽ നമ്മുടെ പകുതി കാര്യം കഴിഞ്ഞു. പിന്നെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് അധികം ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി, തിയറി അവിടെ നിന്ന് സെറ്റാവും. ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇന്ന് ക്ലാസ് കണ്ടു, അപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു, ആ കാര്യത്തിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പോയി ചെയ്യുക. അല്ലാണ്ട് പിന്നെയും തിയറി ഇരുന്ന് വായിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രം തിയറി നോക്കുക. അപ്പോൾ ക്ലാസ്സിലെല്ലാവരും വരിക, ക്ലാസ്സിൽ വരുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതായത് സാറുമാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കും, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്ന് പറയും. പിന്നെ അവസാന സമയമാകുമ്പോൾ ഒരു ടിപ്സ് പറഞ്ഞുതരും, എന്തൊക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് ജയിലിൽ എങ്ങനെ ടൈം സേവ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ക്ലാസ്സിൽ വരാതിരിക്കുന്നത് വലിയ മണ്ടത്തരാണ്. അതാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാ ആഴ്ചയും ക്യാമ്പസിൽ ഫെസ്റ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എല്ലാ ആഴ്ചയും പാക്കഡാ. ഗ്യാപ്പ് ഈ ആഴ്ച കിട്ടിയുള്ളൂ. അപ്പോൾ കുറേ പേരുണ്ട്. ഗേൾസ് കുറവാണോ എന്നൊക്കെ സംശയം ഉണ്ടാവും. ഗേൾസ് കുറവൊന്നല്ല, എന്നാൽ ഒരുപാട് പേരുണ്ട്. ഇവിടെ സൈലത്തിൽ പഠിച്ച തന്നെ കുറേ പേരുണ്ട്. പക്ഷേ ഇന്ന് ഓരോരോ പിന്നെ കുറച്ച് പേർക്ക് അസുഖവും അത് ഇതൊക്കെ ആയിട്ട് അങ്ങനെ വരാതെ പോയതാ. എന്തായാലും ഇനി നെക്സ്റ്റ് ടൈം എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതാണ്. LMRP എന്ന് പറയുന്നുണ്ട്. ഈ LMRP ആക്ച്വലി നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു? ആൻഡ് LMRPക്ക് എന്താണ് സംഭവിച്ചത്? എങ്ങനെയായിരുന്നു ക്ലാസ്സസിൻ്റെ ഷെഡ്യൂൾ? എങ്ങനെയാണ് അവർ പഠിപ്പിച്ചത്? ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ? ഇതൊക്കെ ഒരു ഡിസോർഡറായിട്ട് ആകെ തുടക്കത്തിൽ കുറച്ച് കാര്യം പഠിച്ചു, അതിൻ്റെ ഇടയ്ക്ക് ബാക്ക്ലോഗുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കി, അങ്ങനെ പലതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു പഠിച്ചിട്ടുണ്ടാകും. നമ്മളെ തലയിലുണ്ടാകും, പക്ഷേ ഒരു ഓർഡർ ആയിരിക്കില്ല. ഈ LMRP വൃത്തിക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഓർഡർ ആക്കാൻ LMRP ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ LMRP എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷായിട്ട് പോകുന്നൊരു സംഭവമായിരിക്കും. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ ബ്രെയിന് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ആവും. കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ റെഡി ആയിട്ട് ബ്രെയിന് നിൽക്കും. ഇതൊക്കെ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ LMRPയിൽ 100% പങ്കെടുക്കുന്ന ആൾക്കാർക്കാണ്. ഇടയ്ക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ LMRPയിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഹോസ്റ്റലിൽ പോയി ചെയ്യാത്തവർക്ക് ഇത് എഫക്റ്റീവ് ആകില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും LMRP അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അത്യാവശ്യം നല്ല എഫക്റ്റീവ് ആയിരുന്നു. അതുവരെ നമ്മളൊരു നോളജ് ലെവൽ നമുക്ക് അറിയാലോ ഇത്രത്തോളം എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അതൊന്നും കൂടി ബൂസ്റ്റ് ചെയ്യാൻ LMRP ഹെൽപ്പ് ചെയ്യും. കേസ് ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക്.